वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। ഓം നമ ശിവായ. ഞാനിപ്പോൾ ഉള്ളത് 18 സിദ്ധന്മാരുടെ പൂർണ്ണമായിട്ടുള്ള ഉപസ്ഥിതി പ്രസൻസ് ഉള്ള കഞ്ചിമലൈ അടിവാരത്താണ്. നാം ഇപ്പോൾ കാണുന്ന എൻ്റെ പുറകിൽ കാണുന്ന നിങ്ങൾക്ക് കാണാമായിരിക്കും, ഇതാണ് കഞ്ചിമല എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം നീര് ഉറവകളുണ്ട്. അത് കിണർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ഓരോ തീർത്ഥങ്ങളുള്ളത്. നമുക്ക് ഏത് തരത്തിലുള്ള വ്യാധികൾ ഉണ്ടെങ്കിലും കിണറുകളിൽ തീർത്ഥം കുളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും രോഗശമനം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ വരുന്നവരുടെ വിശ്വാസവും അതൊക്കെ തന്നെയാണ്. നവപാഷാണം നാം കേട്ടറിവുണ്ട്, പഴനിയിലെ നവപാഷാണം. അതിനുള്ള മൂലികകൾ ഈ മലയിൽ നിന്നാണ് സിദ്ധന്മാർ ഉരുവാക്കിയത്. അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരു മലയാണ് കഞ്ചിമല. അതുകൊണ്ട് തന്നെയാണ് 18 സിദ്ധന്മാർ ഇവിടെ പൂർണ്ണമായ പ്രസൻസ് നമുക്ക് കാണിച്ചു തരും. പൂർണ്ണ ഭക്തിയോടെ വിശ്വാസത്തോടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തും നാം കൈവരിക്കും. വിജയം നമ്മുടെ ഉള്ളിലുണ്ടാവണം. മാത്രവുമല്ല, ഇവിടെ കലങ്കിനാഥർ ഭോഗർക്ക് എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്ത ഒരു സ്ഥലം കൂടിയായതുകൊണ്ട് ഈ മലയെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ആളുകളൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം, വളരെ സൗഹാർദ്ദമായിട്ടുള്ള, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ മെമ്പറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത്രയ്ക്ക് പ്രിയപ്പെട്ടതെന്ന് പറയാം.
അത്രയ്ക്ക് സൗഹാർദ്ദമായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ തീർത്ഥക്കുളത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ, സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഉണർവ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര കണ്ട് ഊർജമാണ്, വൈബാണ് ഇവിടെ നാം അനുഭവിക്കുന്നത്. നമ്മൾ ഓരോ തീർത്ഥം കുളിക്കുമ്പോഴും സ്നാനം ചെയ്യുമ്പോഴും നമ്മളിലുണ്ടാവുന്ന മാറ്റം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഓരോ തീർത്ഥത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിശേഷവും നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മളുള്ളത് കഞ്ചമലയിലെ മുരുകക്ഷേത്രമാണ്. ഇവിടുത്തെ സിദ്ധന്മാരുടെ സിദ്ധനെന്ന് വിശേഷിപ്പിക്കാവുന്ന, എല്ലാവർക്കും വഴികാട്ടിയായിട്ടുള്ള, തന്തയ്ക്കും ഗുരുവായ ആണ്ടിയുടെ ക്ഷേത്രമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് കഞ്ചുമല. ഇതാ കാണുന്നതാണ് കഞ്ചുമല. ഇത് മുരുകൻ ശ്രീകോവിലിലെ പടുഗോപുരമാണ്. ക്ഷേത്രം തുറന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. പത്ത് 3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. സിദ്ധന്മാരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള മുരുകപ്പെരുമാളുടെ ശ്രീകോവിലാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ ഗോപുരത്തിൻ്റെ ഇരുഭാഗത്തായിട്ട് നമുക്ക് ഓരോ മൂർത്തികൾ കാണാം. നമ്മുടെ ആദ്യത്തെ തീർത്ഥം എന്ന് പറയുന്നത് ഗണപതി കോവിലിലെ തീർത്ഥമാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള വ്യാധികൾ ഈ കുളത്തിൽ കുളിക്കുമ്പോൾ മാറുമെന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റി സർവ്വസൗഭാഗ്യങ്ങളോടെ സിദ്ധിയും വൃദ്ധിയുമായിട്ടുള്ള ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. നമ്മുടെ കുടുംബത്തിന് എപ്പോഴും കാവലായിരിക്കുക, സർവ്വവിഘ്നങ്ങളും മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ തീർത്ഥക്കുളത്തിൽ, കിണറ്റിൽ കുളിച്ചാലുള്ള പ്രത്യേകത. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മാറാം. ഇതാണ് ഓരോ കിണർ, മൂലിക കിണറെന്ന് പറയും. ഇവിടെ 2 കിണറുകളാണുള്ളത്. ഒന്ന് ഇതും, രണ്ടാമത്തത് അതും. ഇതാണ് ഗണപതി വിഗ്രഹം. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരനുഭവമാണ് ഇവിടെ വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ. വളരെ ശാന്തം, ക്വൈറ്റ്, നല്ല വായു, അന്തരീക്ഷവും. ഇത് ഫോറസ്റ്റ് ഏരിയയുടെ അണ്ടറിലാണ് വരുന്നത്. കഞ്ചമലയുടെ അടിവാരത്താണ്. ഇതാ കാണുന്നതാണ് കഞ്ചമല. ചന്ദനവും അത്യപൂർവമായിട്ടുള്ള ഔഷധ സസ്യങ്ങളും മരങ്ങളും ഉള്ള ഒരിടമെന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം.
തൃശൂലം. ശിവലിംഗവും മൂർത്തിലിംഗവുമാണ്. കലിയുഗ വൈഭവമാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ മായയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ഉപാസനകൾ, ജപങ്ങൾ, ധ്യാനങ്ങളൊക്കെ സിദ്ധന്മാരെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അമ്മയുടെ ആ സ്വരൂപത്തെ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ്. അമ്മയും ദണ്ഡായുധപാണിയും വിഘ്നേശ്വരൻ്റെയും ദർശനമാണ്. ഇതിനൊക്കെ നാം എന്താണ് പറയേണ്ടത്? ഈ ഒരു ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ കോടി പുണ്യങ്ങൾ നമുക്ക് കിട്ടണം. ഇവിടെ എങ്ങും ഇല്ലാത്ത ഗോക്കളാണ്, കന്നുകാലികളാണ്. പക്ഷേ ഇത് കന്നുകാലികളല്ല എന്ന് നാം ഓർക്കണം. ആശ്വസിപ്പിക്കാനും താൻ ഒറ്റപ്പെട്ടവനല്ല എന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് ഈ ദർശനം നമുക്ക് അമ്മ തരുന്നത്. ഈ കുന്നും ചെരുവുകളിൽ വേറെങ്ങും കാണാത്ത ഈ അത്ഭുതം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ ശിവായ. നർമ്മദേ ഹർ. शमस्वत्वं शेषशैलशिखामणे